ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ്. 2 ആഴ്ചയായി നമ്മൾ പള്ളിയിൽ പോകുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം. എന്തായാലും ഈ ആഴ്ച പോകണം എന്ന് വാശി പിടിച്ചിരിക്കുവാണ്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് നല്ല മഴയാണ്. എന്നാലും ഇത്തിരി ഒന്ന് തോർന്നു ഒക്കെ നിൽക്കുന്നു. നമുക്ക് നോക്കാം. ഇമ്മിണി ചായയും ഒരു അരോറൂട്ടും ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് കേട്ടോ. അപ്പം കുളിയും ജപമൊക്കെ കഴിഞ്ഞു. മോനുകുട്ടൻ റെഡി ആയിട്ടുണ്ട്. മോനുകുട്ടൻ അടുത്ത ആഴ്ച സൺഡേ സ്കൂളിൻ്റെ വാർഷിക പരീക്ഷയാണ്. അപ്പം ഇന്ന് എന്തായാലും മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളങ്ങ് പോകാനിറങ്ങി. അമ്മയുടെ അടുക്കലാണ് വണ്ടി എടുക്കാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഒരുവിധം രാവിലെ പള്ളിയിലെത്തി. കുർബാനയൊക്കെ കഴിഞ്ഞു. മോനുകുട്ടനെ സൺഡേ സ്കൂളിന് ഇരുത്തിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അമ്മയുടെ അടുക്ക കയറി ഒരു ഗ്ലാസ് ചായയും ഇത് ഉപ്പേരി കപ്പ വറുത്തതാട്ടോ, അതൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ച് ഞാൻ വീട്ടിലോട്ട് പോവാണ്. പള്ളിയിൽ പോയിട്ട് വന്നേ. അമ്മ തന്ന ഉപ്പേരിയൊക്കെ കുറിച്ചോണ്ടാണ് വന്നത്. മഴയായിരുന്നു, ഭയങ്കര മഴ. ഇന്നലെ തൊട്ട് ഭയങ്കര മഴയാ. രാവിലെ ഞാൻ അമ്മ 6:30 പള്ളിയിൽ പോകും. അമ്മ ഓട്ടോ വന്നപ്പോൾ അമ്മ പോയി കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. അപ്പം ഞാൻ വെച്ച് 10 മിനിറ്റ് കൂടെ കിടക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പോയി കിടന്നു. പിന്നെ പെരുമഴ. പിന്നെ ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനൊക്കെ ഒരുങ്ങി. മോനുകുട്ടിനെ ഒരുങ്ങി ഞങ്ങൾ വണ്ടി എടുക്കാൻ അപ്പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്കും വീണ്ടും മഴയെ. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഓട്ടോ വിളിച്ചാലോ എന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു ഓട്ടോ വിളിച്ചാൽ ഞങ്ങൾ പോകാൻ ഓട്ടോ വിളിക്കണം, ഞാൻ തിരിച്ചു വരാൻ ഓട്ടോ വിളിക്കണം, പിന്നെ മോനുകുട്ടനെ സൺഡേ സ്കൂളിൽ വിളിക്കാൻ ഓട്ടോ വിളിക്കണം. 3 തവണ ഓട്ടോ വിളിക്കേണ്ടി വരും. അപ്പം 300 രൂപയാവും. അതുകൊണ്ട് വിചാരിച്ച് നോക്കാം എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ മോനുകുട്ടന് കോട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഒരുവിധം അങ്ങ് പള്ളിയിലെത്തി. ഇച്ചിരൊക്കെ നനഞ്ഞു, ഞാൻ ഇച്ചിരി നനഞ്ഞു. പിന്നെ മോനുകുട്ടനെ സൺഡേ സ്കൂളിൽ നിർത്തി. അവിടെ നിന്ന് ആദ്യഫലത്തിൻ്റെ ലേലമൊക്കെ നടക്കുന്നുണ്ട്. മഴ പേടിച്ച് ഞാനിങ്ങി പോരുന്നു. ഇച്ചിരി നേരം അതൊക്കെ കണ്ടോണ്ട് നിൽക്കണമെന്നുണ്ടായിരുന്നു. ലേലം വിളിക്കൊന്നും വേണ്ട, കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇനി പോരുന്നേ, മഴയാണെങ്കിലോ എന്ന്. വന്നപ്പം അമ്മ പള്ളിയിൽ നിന്ന് വന്നായിരുന്നു. അമ്മ ചായയൊക്കെ തന്നു, ചായ കുടിച്ചു. ഇങ്ങോട്ടിങ്ങി പോരുന്നു. ഇനി ഞാൻ വന്ന വഴിക്ക് നോക്കിയപ്പോൾ വീടിൻ്റെ മുകളിൽ കരിയില എല്ലാം കൂടെ കൂടിയിട്ടേ വെള്ളം കെട്ടി കിടക്കുന്ന മഴ പെയ്തപ്പോൾ. അതെനിക്ക് പറ്റത്തൊന്നുമില്ല. മുത്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. റോഡിലോട്ട് കയറി നിന്നിട്ട് വലിയ കമ്പ്, നീളമുള്ള കമ്പുണ്ടെങ്കിൽ പറ്റും, നോക്കട്ടെ. വെള്ളം കെട്ടിക്കിടന്ന കുഴപ്പമില്ല. അല്ലെ തന്നെ തണുപ്പാണ് എനിക്ക്. ഇനിയിപ്പം മഴ മാറിയാലും ഇല്ലെങ്കിലും കുറേ ദിവസത്തേക്ക് ഇനിയും തണുത്ത് വരച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പം അതൊന്ന് നോക്കണം.
പിന്നെ നമ്മുടെ നെക്സ്റ്റിലേക്കുള്ള വീഡിയോ എടുക്കണം. പിന്നെ ഇന്നത്തെ ജോലികളെന്ന് പറഞ്ഞാൽ മീൻ കറി വയ്ക്കണം, ഒരു തോരൻ വെക്കണം, മോര് കറി ഇരിപ്പുണ്ട്, ചോറുമുണ്ട്, രണ്ടും റെഡിയാക്കണം. പിന്നെ ഇന്ന് കുറച്ച് നേരമെങ്കിലും ഒന്ന് കിടക്കണമെന്നുള്ള ചിന്തയിലിരിക്കുവാണ്. നടക്കുമെന്നറിയത്തില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. എല്ലാവരും പറഞ്ഞു റെസ്റ്റ് എടുക്കണമെന്ന്. എനിക്കും തോന്നുന്നുണ്ട് എനിക്ക് റെസ്റ്റ് വേണം, ഇത് പോരാ, എൻ്റെ ശരീരത്തിന് കൂടുതൽ റെസ്റ്റ് വേണമെന്ന്. ഇന്ന് പള്ളിയിൽ നിന്നപ്പം ഞാൻ ആലോചിച്ച കാര്യം എന്താണെന്നറിയാമോ? എല്ലാം നമ്മൾ എന്താ പറയുന്നത്, എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്താണ് നമ്മൾ നമ്മളെ പറ്റിയും നമ്മുടെ ജീവിതത്തെ പറ്റിയും സങ്കടങ്ങളെ പറ്റിയും ദുഃഖങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്നത് അല്ലേ. പള്ളിയിൽ നിന്നപ്പം ഞാൻ ആലോചിച്ചു, നമ്മുടെ മനസ്സിൽ തോന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു, അതനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതചര്യകൾ മാറ്റണം എന്ന് നമ്മുടെ മനസ്സിലറിയാതെ ദൈവം തോന്നിക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ടായിരിക്കും ഈ ക്ഷീണവും അസ്വസ്ഥതകളും ഒക്കെ. അപ്പം ശരീരത്തിന് കുറച്ചുകൂടെ റെസ്റ്റ് വേണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ഞാൻ ഇന്ന് പള്ളിയിൽ നിന്ന് ചിന്തിച്ചേ. അപ്പം എനിക്ക് സങ്കടമൊക്കെ വന്നു. പിന്നെ ഇന്ന് നമ്മുടെ ബൈബിൾ വായനയുടെ വിഷയം എന്താണെന്നറിയാമോ? എലിസബത്തിനെ കാണാൻ മറിയം ചെല്ലുന്നതായിട്ടുള്ള, ഇന്ന് നോയമ്പ് തുടങ്ങുവാണല്ലോ. അപ്പോൾ ആ ഒരു ബൈബിൾ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വായനയെ. അപ്പോൾ അതിനെപ്പറ്റി അച്ഛൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് അതിഥി ദേവോ ഭവ എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ ചെന്നാൽ നമ്മുടെ എന്താ പറയുന്നത്, അത്ര കണ്ട് പരിഗണനകളൊന്നും വരുന്നവർക്കും കിട്ടത്തില്ല. എല്ലാവരും മൊബൈലിൻ്റെ പിന്നെ ടിവിയുടെ ഒക്കെ പുറകെ പോകും അല്ലേ. 3-4 പേര് കൂട്ടം കൂടി ഇരുന്നാൽ തന്നെ അവരുടെ എല്ലാം കയ്യിൽ മൊബൈൽ ഉണ്ടാവും. അവർക്ക് അതിനകത്തായിരിക്കും ശ്രദ്ധ കൂടുതൽ. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. കുറേ തമാശകളൊക്കെ പറഞ്ഞ് അല്ലേ, വിഷമങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സെൽഫി ലൈഫാണ്. അതൊക്കെ അതിനെപ്പറ്റിയായിരുന്നു ഇന്നത്തെ ബൈബിൾ വായനയുടെ ഇത് കേട്ടോ. അപ്പം നോയമ്പെടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു നോയമ്പായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നോയമ്പെടുക്കുന്നില്ല കേട്ടോ. എനിക്ക് എന്താ പറയുന്നത്, പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പിന്നെ മഴ തുടങ്ങി, ഭയങ്കര മഴയാണ് എൻ്റെ പ്രിയങ്ങളെ. ഇരുട്ട് വീണു. ഇത് കാണിക്കാം. ഇതെല്ലാം നമ്മള് ഇന്നലെ വീഡിയോ ചെയ്ത നൈറ്റീസ് ആണ്. ഞാൻ വൈകിട്ട് വന്നു, എനിക്ക് വയ്യായിരുന്നോണ്ട് ഞാനൊന്നും അടുക്കിപ്പറിച്ച് വെച്ചില്ല കേട്ടോ. ഇതെല്ലാം ഒന്ന് മടക്കി വെച്ച് വെക്കണം, വീഡിയോ എടുക്കണം, ഇന്നത്തേക്കുള്ള വീഡിയോ. മുറ്റത്തോട്ടൊന്ന് ഇറങ്ങാം. മേളിൽ ആ കരിയിലേക്ക് തൂക്കാന്ന് കണ്ടപ്പോഴത്തേക്ക് മഴയായി കേട്ടോ. ഞാൻ അവൻ 2 ബിസ്ക്കറ്റ് തിന്നട്ടെ, ഗുളിക കഴിക്കാനുണ്ട്. ഒരു ഗുളിക കഴിച്ച് 10 മിനിറ്റ് കഴിയും അടുത്ത ഗുളിക കഴിക്കണം. അപ്പൊ ഇത് രാവിലത്തെ കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയാകും. ഞാൻ പള്ളിയിൽ പോയ സമയത്ത് മുത്തുമണി വിളിച്ചിട്ടുണ്ട്, ഒന്ന് വിളിച്ച് നോക്കട്ടെ, വീഡിയോ കോൾ ചെയ്ത് നോക്കാം. പായസോ എവിടെ? പുതിയ വീട്ടിലാണോ? അവിടെ നിങ്ങൾ പാല് കാച്ചിയോ? ആ
മേളിലത്തെ നിലയാണോ? ആ ആ ആ വിശാലമാണല്ലോ. ആ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയും കാര്യമായിട്ട് വല്ലതൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ആ ആ ആ ഇതിൽ തന്നെ വേറെ ആൾക്കാരുണ്ടോ താമസം? അവരാണ് അവിടെ ഇരിക്കുന്നത്. മലയാളികളാണോ? ആ കുറച്ച് എത്ര നേരം നടക്കാനുണ്ട്? ക്ലീൻ ആക്കി ഇടണം. അവര് വെറുതെ വായലപ്പിക്കരുത്. വാങ്ങിക്കും മോനെ, ഒരെണ്ണം കൂട്. എടാ അപ്പൂനെ കൊണ്ട് ചൂരൽ എടുപ്പിക്കരുത് നീ കേട്ടോ. അമ്മ പള്ളിയിൽ പോയേക്കോ. ഭയങ്കര മഴയാക്കണം ഇവിടെ. മുത്തൊക്കെ വീട് മാറി കേട്ടോ, പുതിയ റൂമിലോട്ട് മാറി. അപ്പൊ അവിടുന്ന് കോളേജിന്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ കോളേജ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നിടത്താണ് മുത്ത് താമസിച്ചത്. ഇപ്പൊ കോളേജിന് മുന്നാണ്. സൂക്ഷിച്ചിറങ്ങും. ബാ ബാ, നമുക്കൊരു ജോലിയുണ്ട്. വാ. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. വീടിൻ്റെ മുകളിൽ ആ കരിയില നീക്കി കളയണം. അമ്മയുടെ കൂടെ ഒന്ന് വാ. ഇപ്പം മഴയില്ലല്ലോ. വാ, ഉടുപ്പ് മാറ. എന്തിന്? മോൻ അങ്ങോട്ട് കയറുമൊന്നും വേണ്ട. അമ്മയുടെ കൂടെ നിന്നാ മതി. അടുത്ത ഞാൻ ചെയ്യട്ടെ. ബാ, ഇങ്ങോട്ട് വരാനേ. വാ. മറ്റേ പൈപ്പ് എന്തിയെ? ഉണ്ണാൻ സമയമായി. അപ്പൊ നമുക്ക് മീൻകറി വെക്കാം.
ക്യാബേജ് തോരൻ വെക്കണം. മോനിക്കുട്ടൻ ആ ക്യാബേജ് വലിയ ഇഷ്ടമാണ്. ഇച്ചിരി തോരൻ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നോക്കട്ടെ, ഇച്ചിരി എടുക്കാം. പോയി മോളിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ എടുത്ത് കളഞ്ഞ് ശരിയാകും. പക്ഷെ നമുക്ക് പറ്റത്തില്ല. മോളിൽ കയറി ആ ഇലയെല്ലാം തൂത്ത് കളഞ്ഞാലേ ശരിയാവത്തുള്ളൂ കേട്ടോ. പിന്നെ ഇനി ആരെങ്കിലും വിളിച്ചേ പറ്റുള്ളൂ. അതിന് നോക്കാം. തുണി കഴുകണം. പക്ഷേ നമ്മൾ വെള്ളം കഴിഞ്ഞ ദിവസം ഇറക്കിയായിരുന്നല്ലോ. മോളിൽ കയറിയപ്പം ടാങ്കി വെള്ളം ഉണ്ടോ നോക്കി. പക്ഷെ ടാങ്കി വെള്ളം കുറവാണ്. അപ്പൊ വെള്ളം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നിട്ട് നമുക്ക് വൈകിട്ട് തുണികൾ കഴുകാം എന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കൂട്ടിയിടും. ഒന്നിച്ച് കഴുകി വിൽക്കാൻ സ്ഥലവും കാണത്തില്ല, മഴയുമാണ്. അതുകൊണ്ട് കുറച്ച് കഴുകാം എന്ന് വിചാരിച്ചു. ഞായറാഴ്ച എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ? ഞായറാഴ്ചത്തെ വീഡിയോ ചൊവ്വാഴ്ചയാണ് വരുന്നത്. എന്നാലും ഞായറാഴ്ച എന്തുവായിരുന്നു സ്പെഷ്യൽ എന്ന് കമന്റ് ഇടണം കേട്ടോ. ഞാൻ ഇവിടുത്തെ സ്പെഷ്യലൊക്കെ നിങ്ങളോട് പറയാറില്ല. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? ആരെങ്കിലുമൊക്കെ ചോദിക്കും, നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കും ഞങ്ങളൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരൊക്കെ കാണും. ചുമ്മാ ചോദിച്ചാട്ടോ. ഇഷ്ടമുള്ളവരൊക്കെ പറയണേ. ചുമ്മാ ഒരു സന്തോഷത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. തിളച്ചിട്ട് നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ പിടിച്ചിടാം. ആരോ ചോദിച്ചായിരുന്നു ജാതിക്ക അച്ചാറിട്ടത് എങ്ങനെയാണ്? മോനിക്കുട്ടനോട് ചോദിക്കാം നമുക്ക്. മോനിക്കുട്ടനാണ് ജാതിക്ക അച്ചാറിട്ടത്. തിളപ്പിച്ചരച്ച വെള്ളത്തിനകത്ത് ഉപ്പ് കലക്കി പിന്നെ ജാതിക്കായും അരിഞ്ഞിട്ട് കാന്താരി മുറിച്ചിട്ട് ചെറുതായിട്ട് അതിന്റെ മോൾവശം മുറിച്ച് അതിനകത്ത് ഇട്ട്, അങ്ങനെയാണ് അവൻ ഇട്ട് വെച്ചത്. നല്ലതായിരുന്നു. രണ്ട് ജാതിക്കയാണ് അതിനകത്ത് കഷ്ണിച്ചിട്ടത്. കടുമാങ്ങ ഇടുന്ന പോലെ അമ്മ അതിന്റെ തോട് അച്ചാറിടാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണ് അമ്മ ഇതൊന്നും ചെയ്യാത്തത്. ശരിക്കും കണ്ട കടുമാങ്ങയാന്ന് വിചാരിക്കും. നമ്മൾ കൂട്ടി നോക്കുമ്പോഴാണ് ജാതിക്കയുടെ ടേസ്റ്റ് മനസ്സിലാവുക. കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം. ഇന്നലെ തിളപ്പിക്കേണ്ടതാണ്. ഇന്നാവട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചേ ഉള്ളൂ വെള്ളം. അതും കൂടി അങ്ങ് വെക്കാം. ഇന്നലെ മോനിക്കുട്ടൻ വെള്ളം എടുത്ത് വെച്ചതാണ്. ഇനി രാവിലെ തിളപ്പിക്കാം. ഇത് കരിങ്ങാലിയുടെ തടി വീട്ടിലുണ്ട്. അമ്മ അതിനനുസരിച്ച് തന്നതാട്ടോ. ഞാൻ പതിമുഖമാണ് മേടിക്കുന്നത്. മിക്സ് ചെയ്ത് ഉള്ളതുകൊണ്ട് പാക്കറ്റിനകത്ത് അതാണ് മേടിക്കുന്നത്. ഈ അമ്മയുടെ എടുക്കുന്ന എടുത്തോണ്ട് വരാൻ മറന്നു പോകണം. ഇത് പിന്നെ കഴിഞ്ഞ ദിവസം ഒട്ടുമില്ലായിരുന്നു. അപ്പൊ അമ്മ ഇവിടുന്ന് എടുത്തോണ്ട് തന്നതാണ്. ഇത്രയും ക്യാബേജ് എടുത്തിട്ടുണ്ട് തോരൻ വെക്കാൻ. ഇത്രയും മതി. അന്നേരം വെച്ച് കൂട്ടിയ ടേസ്റ്റാണ്. വെച്ചിരുന്നാൽ അതിൻ്റെ രുചി പോകും. അമ്മയെ കൂടെ വിളിക്കാൻ ചോറുണ്ണാൻ. അവിടെ മീനൊന്നുമില്ല. ഇത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്യാബേജ് അരിഞ്ഞുകൊണ്ട് വരാം. റെഡിയാവും. എളുപ്പം റെഡിയാവും. ഞാൻ കോശിക്കുന്നു. ഇവിടെ ഇരുന്ന് മഴയാണ്. വെള്ളം പിടിച്ച് പറഞ്ഞിരുന്നു. അത് കൊണ്ടുവന്ന് വെള്ളം ഇറക്കുന്നവിടെ ടാങ്കിലും. മഴ പെയ്യുന്നത് ഭൂമി കരയാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മഴ പെയ്യുന്നത് കാണുമ്പോൾ കൂടെ കരയാൻ. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെയുള്ള
ജീവിതമുണ്ടോ എന്ന് പറയണം കേട്ടോ. ക്യാബേജ് തോരൻ വെക്കുമ്പോൾ ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കും. അന്നേരം അതിന് വേറൊരു രുചിയാണ്, എനിക്കത് ഇഷ്ടം. മീൻകറി തിളച്ചു മണം വരുന്നുണ്ട്. അങ്ങനെ ഒരു ബാല്യകാലം നിങ്ങൾക്കുണ്ടോ? ആർക്കല്ലാത്തല്ലേ, മിക്കവാറും ഉള്ളവർക്കെല്ലാം ഉണ്ടാവാം അങ്ങനെ ഒരു ബാല്യം. എനിക്കങ്ങനെ ഒരു ബാല്യവും അതിന്റെ സന്തോഷങ്ങളും ഒക്കെ എനിക്ക് ആ എന്താ പറയുന്നത്, ഭയങ്കര മധുരമാണ് ഓർമ്മകളും കൂടി. മാവേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും, മാങ്ങ വീഴുന്നുണ്ടോ, വീഴുന്നത് ഒറ്റ ഓട്ടം. ആദ്യം ആരും എടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാം. രാവിലെ എഴുന്നേറ്റപ്പോഴേ പല്ല് കൊല്ലിട്ടാൽ ഓടിപ്പോയി. ഇവിടെയൊക്കെ നിറയെ വീണ് കൊഴിഞ്ഞ് കിടപ്പുണ്ടാകും, എല്ലാം പെറുക്കിക്കൊണ്ട്. മാമ്പഴം മാത്രമല്ല, പിന്നെ ഞാവൽപ്പഴം ഇഷ്ടം പോലെ ഉണ്ടാകും. നമ്മൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞില്ലേ കുഞ്ഞിലെ. അപ്പൊ ആ വീടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട് പോലെയാണ്. അപ്പൊ ഇവിടെയൊക്കെ നിറയെ പറമ്പുണ്ട്, ഇഷ്ടം പോലെ ചക്കയും മാങ്ങ എല്ലാം. നമുക്ക് നമ്മൾ ചെന്ന് എടുത്തില്ലെങ്കിൽ ചോദിക്കും എന്താ പോകാനേ ചോദിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, എത്ര വേണമെങ്കിൽ എടുക്കാം, കഴിക്കാം. നമ്മളെന്തെങ്കിലും വെച്ചാലും ഓടി വരും. നമ്മുടെ ഹൗസ് ഓണറൊക്കെ താഴെ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ ജെസ്സിയാൻ്റെ ഒക്കെ ഓടി വരും, മണം വരുമ്പോഴേ ഓടി വരും. തീയലൊക്കെ വെക്കുമ്പോൾ ജെസ്സിയാൻ്റെ വരും, ശരിക്കും താന്നും പറഞ്ഞു. അതൊക്കെ എന്തൊരു സന്തോഷങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും ഒരു വീട്ടിലും കാണാം. മീൻകറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ക്യാബേജ് തോരൻ പെരട്ടി വെക്കാം. എന്നിട്ട് കടുക് വറുത്ത് അതിനകത്ത് ഇടാം. ഒരു 5 മിനിറ്റ് ഇത് പെരട്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് തോരൻ വെക്കാമേ. ചീര മേടിക്കാനാണ് തുടങ്ങിയത്. എനിക്ക് HB കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ചീര തോരനൊക്കെ കൂട്ടാം എന്നില്ല. അന്നേരം വിചാരിച്ച് ഇതിരിക്കുന്നുണ്ട്, അപ്പൊ ഇതങ്ങ് മേടിച്ചു കേട്ടോ. ഇതിന് ആ ഒരു ബെനിഫിറ്റ് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ മോനിക്കുട്ടന് ഇഷ്ടമായതുകൊണ്ട് ഇത് കണ്ടപ്പോ അങ്ങ് മേടിച്ചത്. എല്ലാ ദിവസവും ഒന്നും ഇല്ല അവിടെ, വല്ലപ്പോഴും ഒക്കെ ഉള്ളു ഈ കളറിലേക്ക് ആഗ്രഹിച്ചു. മഴയുണ്ട്. അമ്മയെ വിളിച്ചിട്ട് അമ്മ വന്നില്ല, അമ്മ അവിടെ കിടക്കുമെന്ന് പറഞ്ഞു. ഇച്ചിരി മീൻകറി അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുത്തു വിടാം. അവിടെ എന്തുവാ തീയൽ ഇരിപ്പുണ്ട്, തീയൽ. ഞാൻ എനിക്ക് ഇച്ചിരി വേണം. മോനിക്കുട്ടനോടൊന്ന് ചോദിച്ച് നോക്കാം. മോനിക്കുട്ടന് മഴയായാലും മടിയായിരിക്കും പോയി. മഴ പെയ്യുന്ന ശബ്ദം കേട്ടോ, ഭയങ്കര മഴയാണ്. തോരനും മീൻകറി അമ്മയ്ക്ക് ഇച്ചിരി കൊടുത്തു വിടാം. ഈ തോരൻ അമ്മയ്ക്ക് ഇഷ്ടമാണ്. മഴ തോരാതെ അറിയാൻ പറ്റത്തില്ലല്ലോ. പാത്രമെല്ലാം കൂടെ കഴുകാൻ വയ്യ, ഇത് വെച്ചാൽ നടക്കല്ലേ. അത് അത്രയും അരിഞ്ഞതിൻ്റെയാണ് ഇത്രയും വേദന എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ എക്സസൈസ് ഉണ്ട്, അതങ്ങോട്ട് ചെയ്യും. അന്നേരം ഇത്തിരി ആശ്വാസം ആവും. അപ്പൊ നമ്മൾ വീണ്ടും ജോലി ചെയ്യും. അപ്പൊ വീണ്ടും വേദന വരും. കഴിഞ്ഞ ദിവസം ഒരാള് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, ഇത് ഗോളാണ്, അമ്മയ്ക്ക് അസുഖമാണല്ലോ, എനിക്ക് സത്തു പോസിറ്റീവ് ആണെന്നുള്ള വീഡിയോസ് കണ്ടിട്ടായിരിക്കും
അമ്മയ്ക്കും ഹെൽത്ത് പോസിറ്റീവാണ്. ട്രീറ്റ്മെന്റ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ കൈക്ക് ഭയങ്കര വേദന എന്നൊക്കെ പറഞ്ഞു. പേടി വരുന്നു, എന്തെങ്കിലും കുഴപ്പമാണോ എന്നൊക്കെ. നമ്മളല്ലാതെ ഒന്നും തീരുമാനിക്കില്ല. എന്നാലും ഞാൻ പറഞ്ഞു എക്സർസൈസ് ചെയ്യാനിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എക്സർസൈസ് ചെയ്യുക, അപ്പൊ കുറച്ച് ആശ്വാസം കിട്ടും, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ചോറൊക്കെ ഉണ്ടിട്ട് നമുക്ക് അടുക്കളയൊക്കെ തുടയ്ക്കാം. കഴുകാനുള്ള പാത്രമൊക്കെ എടുത്ത് വെക്കണം. കൊണ്ടുകൊടു പതുക്കെ. മോനുകുട്ടൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ അവരുടെ അലമാരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതമ്മ എടുത്ത് വെച്ചോളാം. മോൻ ആ ഒരു കാര്യം ചെയ്യളെ, തോരനും വേണ്ടേ? പിന്നെന്തിനാ ഞാനത് ഉണ്ടാക്കിയത്? നിനക്ക് ഇഷ്ടമായോണ്ടാ ഞാൻ ആ തോരൻ ഉണ്ടാക്കി. എന്തോ കറി? ആ കറി മോര് കറി, അതും കൂടെ കൂട്ടി നോക്കാം. ചോറും ഞാനൊരു 5-6 ലബലോലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരാഗ്രഹം കഴിക്കാൻ കാണിക്കാം. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കുറിക്കാം. ഇനി തോരൻ, ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കത്തില്ല കേട്ടോ. എനിക്ക് ക്യാബേജ്, നമ്മുടെ സാധാരണ ക്യാബേജ് ഇല്ലേ, അതാണെങ്കിലും മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഇതുപോലെ തേങ്ങ തിരുമ്മി ഇങ്ങനെ ഇഞ്ചിയൊക്കെ ചേർത്ത് തോരൻ വെക്കുന്നതാണ് ഇഷ്ടം. നമ്മുടെ അയലക്കറി ഞാൻ ഇച്ചിരി അമ്മയ്ക്ക് കൊടുത്തു വിട്ടു. നമുക്കിനി ഒരു കഷണം കൂട്ടാം. ഒരു എന്താ പറയുന്നത്, തലക്കഷ്ണം എടുക്കാം. ചാറൊന്നും അധികം വേണ്ട, നമുക്ക് തീയലുള്ളത് കൊണ്ട്. രണ്ട് ലവലോലിക്ക എടുക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം. കഴിക്കാം. മോനുകുട്ടൻ കഴിക്കുന്നു. മഴ ഇച്ചിരി തോർന്നു, നമുക്ക് കഴിക്കാം. കഴിക്കാം കഴിക്കാം, ചോറുണ്ണാം. അവിടോട്ടിരിക്കെ നമുക്ക് ഇച്ചിരി തീയലും ഇമ്മണി തോരനും പിന്നെ ഒരിച്ചിരി അയലയും. ഒത്തിരി നാളായി അയല വാങ്ങിച്ചിട്ട്. അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ കുറച്ച് അടുക്കി പെറുക്കാനുള്ളതെല്ലാം അടുക്കി പെറുക്കി വെച്ചു. ആ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ. ഒരു എന്താ പറയുന്നത്, 2016 മാർച്ചിലാണ് മോനുകുട്ടൻ ജനിക്കുന്നത്. മോനുകുട്ടൻ ജനിക്കുന്നത് വരെ എൻ്റെ ലോകം എന്തായിരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ കോളേജ് കുമാരന. പിന്നെ പിച്ച നടക്കുമ്പോൾ ഉള്ള ഫോട്ടോയാണ്. പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ട് ഫോട്ടോ കല്യാണപ്പെണ്ണ്. ഈ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്.
ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് ഷോക്കേസ് ഒന്നും ഇല്ലല്ലോ, ഷോക്കേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെറുക്കി അലമാരിക്കകത്ത് ഒരു കവറിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ അതിൻ്റെ അലമാരിയൊക്കെ ഒന്ന് അടുക്കി വെച്ചപ്പം വെറുതെ ഇതെല്ലാം എടുത്ത് തുടച്ച് എടുത്തതാട്ടോ. 18-19 വർഷമായി. ഈ ടർക്കി ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ കിടക്കുന്ന മുത്ത് കിടക്കുന്ന ഈ ടർക്കി ഇപ്പോഴും ഞാൻ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നമുക്ക് ചായയൊക്കെ ഇടാം. ഇച്ചിരി നേരം കിടക്കട്ടെ. കിടക്കുക എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ കൂട്ടത്തിൽ ഉറക്കം വന്നാൽ ഇച്ചിരി നേരം ഉറങ്ങാം എന്നൊക്കെയാണ് പ്രതീക്ഷ. കുറച്ചു നേരം ഒന്ന് കിടന്നു. മോനുകുട്ടൻ വന്ന് ചായക്ക് പാലൊക്കെ വെച്ച് കേട്ടോ. നമുക്ക് ഇച്ചിരി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്താലോ? നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ. എന്തുവാ? ചായ കുടിച്ചോ? കോളിഫ്ലവർ ഒക്കെ അരിഞ്ഞു തരുന്നുണ്ട് എന്റെ മോനുകുട്ടൻ. പാൽ തിളപ്പിച്ചു. കാപ്പി ഇടാൻ പാല് തിളപ്പിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുവേ. എന്നിട്ട് തിളപ്പിച്ചിട്ട് ഇത് ഊറ്റിയെടുക്കും. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. തിളക്കട്ടെ. നമ്മളിതെല്ലാം കോരി എടുത്ത് വെച്ചു. മോനുകുട്ടിന് അരിഞ്ഞതാ കേട്ടോ, സൂപ്പറായിട്ട്. ഇനി നമുക്കിത് മാവ് തയ്യാറാക്കാം. കടലമാവും ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടങ്ങോട്ട് വെച്ചിട്ടുണ്ട്. തയ്യാറാക്കാൻ ഇവിടെ ഒരാള് കാത്തു നിൽക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്, നമുക്ക് ചൂടോടെ കഴിക്കാം. ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മാവൊക്കെ നമ്മളിത് കലക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷെഫ് ഞങ്ങൾ സ്കൂളിന്റെ അവിടെ ഒരു കടയുണ്ട്. അവിടെ ഇല്ലേ ഈ കോളിഫ്ലവർ കൊറേ കിട്ടും. ചിലപ്പോഴും കിട്ടത്തുള്ളൂ. ഇവിടെ ക്യാബേജ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, എല്ലാം കൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിയാ. 6 മണി ആയതേ ഉള്ളു. കണ്ടോ, ഇരുണ്ട് മൂടി മഴയാ. കണ്ടോ, മഴയോട് മഴ. നമ്മളത് മൊത്തം ഫ്രൈ ചെയ്തേ. മൊത്തം എന്ന് പറയാൻ കുറച്ചേ ഉള്ളായിരുന്നു, ചെറിയ ഒരെണ്ണമാണ് നമ്മൾ വാങ്ങിയത്. നമുക്ക് കഴിക്കാം നല്ല ചൂടോടെ. കാപ്പിയും കോളിഫ്ലവർ ഫ്രൈയും കഴിക്കാം. ബാ. ഒരു മഞ്ഞ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി വിളക്ക് കത്തിക്കാറായി. തൂത്തുവാരുവാ കേട്ടോ.
ഞാൻ പറഞ്ഞൊന്നുമല്ല തൂക്കാൻ തന്നെ തൂക്കുക. ഇനി പറയരുത്. വീഡിയോ എടുത്തോണ്ട് നിൽക്കുക. കൊച്ചിനെ കൊണ്ട് ജോലിയെല്ലാം ചെയ്യിക്കും. മോനുകുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് തിരി കത്തിച്ചു. എനിക്കൊന്ന് മേല് കഴുകണം. കുളിച്ച് ശീലമുള്ളത് കൊണ്ടാണ് രാത്രിയിലും നമുക്ക് മേല് കഴുകാം. ഇന്ന് തല കഴുകുന്നില്ല കേട്ടോ. ഇന്ന് പൊടിയടിക്കാനൊന്നും എങ്ങും പോയില്ലല്ലോ. മോനുകുട്ടൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ച്. അമ്മയ്ക്ക് കുളിച്ചിട്ട് വെള്ളം ചൂടാക്കണം. അമ്മ ചൂടായിക്കോളാം. ഇച്ചിരി പായ്ക്ക് ചെയ്യാനുണ്ടായിരുന്നു. പായ്ക്ക് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അതാണ്ട് ഇവിടെ രാത്രി അത്താഴത്തിന് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. രാത്രി മുട്ട തിന്നാനായിട്ട് വലിയ അസുഖമായിരുന്നില്ലയോ? അമ്മ വിളമ്പിക്കോളാം. അമ്മക്ക് ഇച്ചിരിയേ മതി. ഈ മുട്ട കഴിക്കണ്ടേ? അത്രയും ചോറ് മതി. ഇച്ചിരി തോരന് മതി മതി. മുട്ട ഇച്ചിരി തീയലും കൂടെ. മീൻ എടുക്കുന്നില്ല. മുട്ടയും മീനും എല്ലാം കൂടെ എങ്ങനെയാ കഴിക്കുന്നത്? നല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ മുട്ട എടുക്കണ്ടി. സൂപ്പർമാൻ പോക്കോ. അമ്മമ്മക്ക് വെച്ചിരുന്നില്ലോടാ അത്? അങ്ങനെ ഇന്നത്തെ ദിവസവും പോയി. ഈ ഞായറാഴ്ചയും പോയി കിട്ടി. നാളെ തൊട്ട് ഇനി പെരുമഴയത്ത് രാവിലെ വൈകിട്ടും പോണമല്ലോ ദൈവമേ. അപ്പൊ ഞങ്ങൾ ചോറുണ്ണട്ടെ. എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. നമുക്ക് ഇനി നാളെ കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ ബൈ. സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.